ഓരോരുത്തരും ഓരോ രീതിയിലാണ് സൗന്ദര്യ സംരക്ഷണം നടത്തുന്നത്. ചിലർ മറ്റാരെങ്കിലും നിർദ്ദേശിച്ച സൗന്ദര്യ മാർഗങ്ങൾ പിന്തുടരും, അല്ലെങ്കിൽ പുതിയതായി വരുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് പരീക്ഷിച്ച് നോക്കുന്നവരുമുണ്ട്. ചിലർ ഏതെങ്കിലും സൗന്ദര്യ പ്രശ്നത്തിന് ഒരു പ്രത്യേക പ്രോഡക്റ്റ് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാൻ ആരംഭിക്കും. അത്തരത്തിൽ അടുത്ത കാലത്തായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒന്നാണ് കൊറിയൻ ചർമ്മ സംരക്ഷണ രീതി. ഏതാനും വർഷങ്ങളായി സൗന്ദര്യ വിപണി പിടിച്ചു കുലുക്കിയാണ് കൊറിയൻ ബ്യൂട്ടി സങ്കല്പങ്ങൾ മുന്നേറുന്നത്. കൊറിയൻ ഡ്രാമകൾ അടക്കമുള്ളവയ്ക്ക് കേരളത്തിൽ ആരാധകർ വർദ്ധിച്ചതോടെയാണ് കൊറിയൻ ചർമ്മ സംരക്ഷണ രീതിക്ക് പിന്നാലെ മലയാളികൾ സഞ്ചരിച്ചു തുടങ്ങിയത്. കണ്ണാടി പോലുള്ള ചർമ്മം നേടാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന കൊറിയൻ മാർഗങ്ങൾ തേടി പോകുന്നവരുടെ എണ്ണം ചെറുതൊന്നുമല്ല. അക്കൂട്ടത്തിലൊരാളാണ് മലയാളികളുടെ സ്വന്തം ഭാവനയും. കൊറിയൻ സ്കിൻ കെയറിനോട് തനിക്കുള്ള താല്പര്യത്തെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഭാവന പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കുറച്ചു ദിവസം മുൻപ് ഓസ്ട്രേലിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഭാവനയായിരുന്നു. അതിനുശേഷം നൽകിയ അഭിമുഖത്തിലാണ് വിദേശത്ത് അവധി ആഘോഷിക്കാൻ എത്തുമ്പോഴുള്ള തന്റെ പ്രധാന വിനോദങ്ങളെക്കുറിച്ച് ഭാവന വെളിപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിൽ വന്നപ്പോഴും പതിവ് പോലെ ഷോപ്പിങ്ങിനാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് ഭാവന പറയുന്നു. അക്കൂട്ടത്തിലാണ് കൊറിയൻ സ്കിൻ കെയറിനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് നടി സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ പോലും ലഭിക്കാത്ത സാധനങ്ങളാണ് ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിയതെന്ന് ഭാവന പറഞ്ഞു. കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടമുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിച്ചു എന്ന് ഭാവന പറഞ്ഞു. 30കൾ എന്ന് കേട്ടാൽ തന്നെ പല സ്ത്രീകൾക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് അവരുടെ സൗന്ദര്യം. 20കൾ വരെ പാലിച്ചു പോകുന്ന പലതും പോരാതെ വരുമെന്ന് ചിലർക്കെങ്കിലും ആകുലത ഇല്ലാതെയില്ല. പക്ഷെ പ്രായം ഏതായാലും തിളങ്ങുന്ന ചർമ്മവും സൗന്ദര്യം സ്വന്തമായുള്ള ആളാണ് ഭാവന. 38ൽ എത്തി നിൽക്കുന്ന താരത്തിന് ദിവസം ഓരോന്ന് കഴിയുന്തോറും സൗന്ദര്യം ഏറി വരുന്നുവെന്നാണ് ആരാധകരുടെ പക്ഷം. സ്വപ്നക്കൂടിലും ലോലിപോപ്പിലും ഒന്നും കണ്ട ഭാവനയല്ല ഇപ്പോൾ. നിറത്തിലടക്കം ഭാവനയിൽ നിരവധി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല, സ്കിൻ കെയറിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഫിറ്റ്നസിനും കൊടുക്കുന്നയാളാണ് ഭാവന. ഭാവന ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും ഭാവനയോട് പ്രത്യേകമായ ഒരു ഇഷ്ടമുണ്ട് ആരാധകർക്ക്. ആ ഇഷ്ടം ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്.